ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം നഗരമധ്യത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം, അതിന്റെ വാർത്ത, അതിന്റെ വിവരം നേരത്തെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. ആ വാഹനം സിനിമാ താരം മണിയമ്പിള്ള രാജുവിൻ്റെതാണെന്ന് സംശയിക്കുന്നതായി മ്യൂസിയം പോലീസ് അറിയിക്കുന്നു. മനീഷ് മഹിബാൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? മണിയമ്പിള്ള രാജുവിന്റെ വാഹനമാണെന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ പോലീസ് പ്രതികരിക്കുന്നതായി മനസ്സിലാക്കുന്നു. എന്താണ് അറിയാൻ കഴിയുന്നത് മനീഷ് മഹിബാൽ? മനീഷ് മഹിബാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം സിനിമാ താരം മണിയമ്പിള്ള രാജുവിൻ്റെതാണെന്ന് സംശയിക്കുന്നതായി മ്യൂസിയം പോലീസ് പറയുന്നുണ്ട്. ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ട്. നേരത്തെ വലിയ അപകടമാണ് ഉണ്ടായത്. 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരാണ് ആ വാഹനം ഓടിച്ചത് എന്നത് കണ്ടെത്താനുള്ള പരിശോധനയിലായിരുന്നു പോലീസ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ആ കാർ ഓടിച്ചത്, വോൾവോ കാർ ഓടിച്ചത് ആ കാർ മണിയമ്പിള്ള രാജുവിൻ്റെതാണ് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നറിയില്ല. പോലീസ് അതിലൊരു കൺഫർമേഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ് മഹിബാൽ അതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ പങ്കുവയ്ക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ടെലിഫോൺ ബന്ധത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ് മഹിബാൽ തയ്യാറാണ്. മനീഷ്, എന്താണ് പോലീസ് പറയുന്നത്? റിജിത്ത്, ഇപ്പോൾ മ്യൂസിയം പോലീസ് സംശയിക്കുന്നത് ഇത് സിനിമാ മേഖലയിലെ താരമായിട്ടുള്ള മണിയൻപിള്ള രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്ന വിവരമാണ് നിലവിൽ മ്യൂസിയം പോലീസ് പങ്കുവെക്കുന്നത്. പൂർണ്ണമായി സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ്. പക്ഷേ മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജനുമായി നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ നിരഞ്ജൻ പറയുന്നത് ഇന്ന് വൈകിട്ട് മണിയൻപിള്ള രാജു ട്രിവാൻഡ്രം ക്ലബിലേക്ക് പോയിരുന്നു. ഡ്രൈവർക്കൊപ്പമാണ് പോയത്. പുറത്തേക്കിറങ്ങിയ അച്ഛന്റെ വാഹനത്തിന് പിന്നിലേക്ക് ഒരു വാഹനം ഇടിച്ചു എന്ന് നിലവിൽ നിരഞ്ജൻ മകൻ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ സൂരജും നിവേദും വ്യക്തമാക്കുന്നത് അവരുടെ വാഹനത്തിന് പിന്നിലേക്ക് അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ചു എന്നാണ്. അതായത് പോലീസ് ഇപ്പോഴേതോ 99% അത് മണിയൻപിള്ള രാജുവിന്റെ വാഹനമാണെന്ന്, ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതായത് RC ഓണർ, ഈ വാഹനത്തിന്റെ RC ഓണർ സുധീർ കുമാർ രാജുവാണ്. മണിയൻപിള്ള രാജുവിന്റെ യഥാർത്ഥ പേരാണ് സുധീർ കുമാർ രാജു. അങ്ങനെ പോലീസ് ഇപ്പോൾ മൊഴിയെടുത്തപ്പോൾ ഈ വാഹനം ഓടിച്ചയാളുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ വാഹനത്തിന്റെ നമ്പർ അടക്കം പോലീസിന് പറഞ്ഞു കൊടുത്തപ്പോഴാണ്, ആ വാഹനത്തിന്റെ നമ്പർ ചെക്ക് ചെയ്തപ്പോഴാണ് അത് മണിയൻപിള്ള രാജുവിന്റെ യഥാർത്ഥ പേരിലുള്ള RC ഓണറായിട്ടുള്ള സുധീർ കുമാർ രാജുവിന്റെ ഉടമസ്ഥയുള്ള വാഹനമാണെന്ന് നിലവിൽ അറിയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടി മണിയൻപിള്ള രാജുവിന്റെ മകൻ അത് ഉറപ്പിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഡ്രൈവർക്കൊപ്പം മണിയൻപിള്ള രാജു ട്രിവാൻഡ്രം ക്ലബിലേക്ക് പോയിരുന്നുവെന്നും പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ബൈക്ക് ഇടിച്ചു എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോട് പറഞ്ഞു എന്ന് നിരഞ്ജൻ നിലവിൽ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് മണിയൻപിള്ള രാജുവിന്റെ വാഹനം തന്നെയാണ്. പക്ഷേ വാഹനത്തിന്റെ ഉടമ മണിയൻപിള്ള രാജു ആയിരിക്കാം. പക്ഷേ വാഹനം ഓടിച്ചത് ഡ്രൈവറാണോ മണിയൻപിള്ള രാജു ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഏറെക്കുറെ 90% പോലീസ് ഉറപ്പിക്കുന്നത്, 100% ഉറപ്പിക്കുന്നത്, 90% ഉറപ്പിക്കുന്നത് മണിയൻപിള്ള രാജുവിന്റെ വാഹനമാണെന്നാണ്. മകൻ എന്താണെങ്കിലും ഇന്ന് അവിടെ പോയിട്ടുണ്ടെന്നും തന്റെ അച്ഛന്റെ വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചു എന്നും ഉറപ്പിക്കുന്നുവെങ്കിൽ ആ 2 സംഭവങ്ങൾ ഒന്ന് തന്നെയാണോ? ഇന്ന് രാത്രി 10:15 ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി കാലിന് പരിക്കേറ്റുണ്ട്. സൂരജ് ശ്രീകണ്ഠേശ്വരം സ്വദേശിയാണ്. സൂരജിന്റെ അപകടം നടക്കുന്ന സമയത്ത് ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് ഒരു നടനാണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കാർ ഓടിച്ചതാണോ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണോ എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ കാർ ഓടിച്ചത് ആരാണെന്നത് സംബന്ധിച്ച് ദൃക്സാക്ഷികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ മനീഷ് മഹിബാൽ? റിജിത്ത്, വാഹനം ഓടിച്ചത് സംബന്ധിച്ചാണോ, അതായത് വാഹനം ഓടിച്ച ആളാണോ അല്ലെങ്കിൽ കൂടെ ഇരുന്ന ആളാണോ ഈ മണിയൻപിള്ള രാജു എന്ന കാര്യത്തിൽ ദൃക്സാക്ഷികളുടെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അത് ഈ വാഹനത്തിൽ പരിക്കേറ്റവർക്കും അത് മണിയൻപിള്ള രാജു വാഹനത്തിൽ ഉണ്ടെന്ന് അവർ ഉറപ്പിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ അവർ കണ്ടില്ല. അപ്രതീക്ഷിതമായി ഒരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്, അമിത വേഗത്തിലെത്തിയ ഒരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു എന്ന് മാത്രമാണ് പോലീസിനോട് 2 പേരും മൊഴി നൽകിയിട്ടുള്ളത്. 2 പേരും തിരുവനന്തപുരം നഗരത്തിലെ 2 സ്വകാര്യ ആശുപത്രികളാണുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ ആയിരിക്കും പലപ്പോഴും വാഹന അപകടങ്ങളിൽ ഉടമയ്ക്കെതിരെയാണ് കേസെടുക്കാറുള്ളത്. സാധാരണ കിളിമാനൂർ വാഹന അപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിലും ആ വാഹനം ഓടിച്ചയാൾക്കെതിരെ അല്ല, വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത്. ആ രീതിയിലാണെങ്കിൽ വാഹന ഉടമ ഇവിടെ സുധീർ കുമാർ രാജു, മണിയൻപിള്ള രാജു ആണ്. വാഹനം ഓടിച്ചത് ഡ്രൈവറാണെന്നാണ് ഇപ്പോൾ നമുക്ക് മകന്റെ
മകനുമായി ബന്ധപ്പെട്ടോ നമ്മൾ നിരഞ്ജനുമായി ബന്ധപ്പോൾ മനസ്സിലാക്കും. നിരഞ്ജൻ ഇപ്പോൾ ഈ സ്ഥലത്തില്ല, കൊച്ചിയിലാണുള്ളത്. ഒപ്പം തന്നെ പോലീസ് മണിയൻപിള്ള രാജുവിന്റെ കവടിയാറിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹം വീട്ടിലില്ല, വീട് പൂട്ടിയിരിക്കുകയാണ് എന്നാണ് മ്യൂസിയം പോലീസ് പറയുന്നത്. മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ മണിയൻപിള്ള രാജുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചിരുന്നു. അപ്പോൾ മണിയൻപിള്ള രാജു ഉപയോഗിക്കുന്ന ഫോണും സ്വിച്ച് ഓഫ് ആണ്. അത് 10:30 ശേഷമാണ്, ഈ സംഭവത്തിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പോലീസും അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രണ്ടുപേരെയും എത്തിച്ചെങ്കിലും രണ്ടുപേരെ, സൂരജിനെ നിവേദന ഇപ്പോൾ നഗരത്തിൽ തന്നെയുള്ള കിംസിലേക്കും SP ഫോർട്ട് എന്ന 2 ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്. തുടക്കത്തിൽ തലസ്ഥാനത്തുണ്ടായ ഈ വലിയ വാഹനാപകടത്തിന്റെ വാർത്ത നൽകുമ്പോൾ തന്നെ സൂചന ലഭിച്ചിരുന്നു. ഈ കാർ ഓടിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ കാറിന്റെ ഉടമ എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ ഒരു ഉന്നതനാണ് എന്നുള്ളത്. ആ സംശയം ഇപ്പോൾ ബലപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പോലീസ് 99% ഉറപ്പിച്ചു പറയുന്നു എന്നാണ് മനീഷ് മഹിപാൽ പറയുന്നത്. മണിയൻപിള്ള രാജുവിന്റെ വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്.